വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗം ചെയ്ത വലിയ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മെയ് മാസം 22-ാമത്തെ ദിവസം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ തന്നല്ലോ. കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ, അനുഗ്രഹിക്കുന്നല്ലോ. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അല്പനിമിഷം ചിന്തയ്ക്കായി 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാമല്ലോ. 23-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് എന്നെ നടത്തുന്നു. സ്തോത്രം. നമുക്കറിയാം, 2 വാക്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 6 വാക്യങ്ങൾക്കകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഇതിനകത്ത് ദാവീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇടയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് ആവശ്യമായത് കൊടുക്കുന്നതാണ് ഇടയൻ. ആ ഇടയനെ ആമേൻ നമ്മൾ വിശ്വസിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അപ്പോൾ ആടുകളുടെ ഇടയൻ എന്നല്ല അവിടെ വായിച്ചത്, എൻ്റെ ഇടയൻ. അപ്പോൾ ദൈവം ദാവീദിൻ്റെ ഇടയനായിരിക്കുമ്പോൾ ദാവീദിനെ ഏൽപ്പിച്ച ജനത്തിന് ദാവീദ് ഇടയനായിരിക്കും. സ്തോത്രം. ഇന്ന് പലപ്പോഴും ഇടയന്മാർക്ക് അറിയത്തില്ല ആരുടെ ഇടയനാണ് ദൈവമെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തെറ്റിപ്പോണ്ട, യഹോവ ഒരു അഭിഷക്തൻ്റെ ഇടയൻ. അപ്പോൾ ആ അഭിഷക്തൻ്റെ കീഴിലിരിക്കുന്ന ജനങ്ങൾക്ക് ഇടയൻ എന്ന് പറയുന്നത് ആ അഭിഷക്തന ദാവീദാണ്. ദാവീദിൻ്റെ മുൻപിലിരിക്കുന്ന ആയിരക്കണക്കിന് ജനം ഒരു വിധി കാത്തിരിക്കുമ്പോൾ, ഒരു വാക്ക് കേൾക്കാൻ ദാവീദിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദ് വിളിച്ചു പറയുന്നൊരു വാക്ക് ഇതാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. അതിൻ്റെ അർത്ഥം, അവിടെ നിന്ന് എന്തെങ്കിലും അരുളി ചെയ്താൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കാറുണ്ടോ ആ വാക്യം? നിങ്ങൾക്കറിയാമോ? അവിടെ നിന്ന്, കാരണം എൻ്റെ ഇടയൻ സ്വർഗത്തിലെ ദൈവമാണ്. യഹോവയായ ദൈവം എന്നോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനത് നിങ്ങളോട് പറയും. കാരണം ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. എൻ്റെ ഇടയൻ എന്നോട് പറയാതെ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാൻ കഴിയില്ല. സ്തോത്രം. ഈ ഒരു മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നോക്കൂ, ഇടയനോട് ആമേൻ, ഇടയനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. നോക്കൂ, ഒരു വലിയ അടി നടക്കുക, പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ കൂടി ഭയങ്കര ഒരു അടി നടക്കുക. എന്നാൽ ഒരു പോലീസ് അധികാരിക്കും ഒരു ഉത്തരവ് കിട്ടാതെ വെടിവെക്കാൻ പറ്റില്ല, അടിക്കാനും പറ്റില്ല. അടിക്കാനുള്ള ഓർഡർ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരടിക്കും. വെടിവെക്കാനുള്ള ഓർഡർ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ വെടിവെക്കും. ഇനി ജലപീരാങ്കി ആമേൻ പ്രവർത്തിക്കുവാനുള്ള അതുകൊണ്ടുള്ള ഉപയോഗമാണെങ്കിൽ അവർ പറയും ജലപീരാങ്കി ഉപയോഗിക്കാൻ പറയും. അപ്പോൾ ഇതെല്ലാം പറയാനൊരു കമാൻഡറുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന അവരുടെ ഒരു ഇടയനുണ്ട്. ഒരു 100 പോലീസുകാർ നിന്നാലും അതിനകത്ത് ഒരാള് ഇവരെ നിയന്ത്രിക്കാനുണ്ടാകും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനം, ഈ പുസ്തകം പറയുന്നു, ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ. കാരണം എൻ്റെ സദസ്സിൻ്റെ മുമ്പിലായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ
എൻ്റെ എന്നോട് പറയാതെ ഞാൻ നിങ്ങളോട് പറയത്തില്ല. ഇന്ന് പകലിൽ ഈ ഒരു മനോഭാവം നമ്മുടെ സഭകളിൽ വരികയാണെങ്കിൽ ആമേൻ, എത്ര അനുഗ്രഹമായിരിക്കും അല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാതെ ഒന്നും പറയാൻ നാം തയ്യാറാകരുത് എന്നാണ് ഈ അധ്യായത്തിനകത്ത് നിന്ന് പഠിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ദാവീദിനോട് പറയുകയാണ്, കായി പട്ടണം പിടിക്കാൻ കർത്താവ് പറഞ്ഞാൽ ഉറപ്പായിട്ടും ദാവീദിന് അവിടെ ആരെയും പേടിക്കേണ്ട. കാരണം ദാവീദിനോട് പറഞ്ഞ ആരാ? ഇടയൻ. ഇടയൻ ആരാ? ഇടയന്റെ പവർ എന്താ? ഇടയൻ ആരാ എന്നൊരു മനോഭാവം ആമേ നമ്മളുടെ ഉള്ളിൽ വേണം. അത് ദാവീദിന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് കായ്പട്ടണം പിടിക്കാൻ പറഞ്ഞാൽ ദാവീദ് വേറെ നോക്കണ്ട. കാരണം പറഞ്ഞത് ദൈവമാണ് അല്ലേ? പറഞ്ഞത് ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ഇനി എത്ര ശക്തന്മാരാണെങ്കിൽ എതിരാളികൾ, ദൈവം പറയാണ് പിടിക്കാൻ. പിന്നെ വേറെ എന്താ അവിടെ ബുദ്ധിമുട്ട്? യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ ഒരു കാര്യം ചെയ്തു, ആ പാമ്പിന്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. പറഞ്ഞത് ആരാ? ഇടയൻ. ആമേൻ. അപ്പൊ ഇടയൻ എന്തെങ്കിലും കൽപ്പിക്കാതെ കയറി പിടിച്ചാൽ മോശയെ എടുത്ത് വിഴുങ്ങിയനെ. മോശ അതുവരെ സൈലന്റായി നിന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗം അറിയാം. മോശ അതുവരെ സൈലന്റ് ആയിട്ടിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. സകല സർപ്പങ്ങളെയും ഈ ഒറ്റ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. ശ്രദ്ധിക്കൂ, ആ ഇടയന്റെ വാക്ക് കേൾക്കാൻ നോക്കിയിരിക്കുകയാണ് മോശ. മോശേ നീ സംശയിക്കണ്ട, ഇത് നിന്റെ വഴി തന്നെ. നീ ഒരു കാര്യം ചെയ്തോ, ആ പത്തി വിടർത്തി ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഈ മഹാസർപ്പത്തെ എന്ത് ചെയ്യണം? നീ കൈ കൊണ്ട് പിടിക്കണം, വാലിൽ പിടിക്കണം, വാലിൽ. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം തീർന്നപ്പോൾ മറിയയുടെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞു. മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, ഇടയന്റെ പ്രത്യേകത കണ്ടോ? ആ ഇടയന്റെ ക്വാളിറ്റി കണ്ടോ? ഇടയന്റെ പവർ കണ്ടോ? ആമേൻ. ഇടയന്റെ പദവി കണ്ടോ? നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ജീവിതത്തിൽ, നിന്റെ എല്ലാ മേഖലയിലും ആ ഇടയന് സ്ഥാനം കൊടുത്താൽ ഉറപ്പായിട്ടും ഈ ഇടയൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, എണീക്കും. ആമേൻ. ഇന്ന് പകലിൽ ഈ 22ാമത്തെ ദിവസം ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആരുടെയെല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ നീ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഈ ഇടയൻ ഇന്ന് പകൽക്കാലം എണീക്കും. ആമേൻ. കായിപ്പട്ടണത്തിലും അല്ലെങ്കിൽ മന്ത്രവാദികളുടെ വടിയിലും കാനാവിലെ കല്യാണ വീട്ടിലൊന്നും അല്ല പ്രശ്നം. ബഥാനിയിലേക്ക് വന്നേ, ബഥാനിയിലേക്ക് ഇടയൻ എന്താ ചെയ്തേ? കല്ലറയ്ക്കിൽ പോയി മുട്ടുകുത്തി. യേശുവിന് മുട്ടുകുത്തേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? പറ. യേശുവിന് മുട്ടുകുത്തേണ്ട കാര്യമുണ്ടോ? ലാസറെ പുറത്തു പാടേന്ന് വിളിച്ചാൽ പോരെ? ഇല്ല. അദ്ദേഹത്തിനൊരു ഇടയനുണ്ട്, ഒരു പിതാവുണ്ട്, ഒരു ഉപദേഷ്ടാവുണ്ട്, ഒരു അധ്യക്ഷനുണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. അവിടെ നിന്നൊന്നും അരുളി ചെയ്യാതെ യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പവർ കിട്ടണം, ആ പവർ. കർത്താവ് വെയിറ്റ് ചെയ്തു. കല്ലറയുടെ മുമ്പിൽ ചില നിമിഷങ്ങൾ ചെലവഴിച്ചു, പ്രാർത്ഥിച്ചു, തന്നെ ഏൽപ്പിച്ചു. പിതാവിനോട് കരഞ്ഞു. പിതാവിന്റെ ശബ്ദം കേട്ടു. ആമേൻ. ലാസറേ പുറത്തു വാ. ഇന്ന് പകലിൽ ആ പിതാവിന്റെ ശബ്ദം കേൾക്കാതെ നമ്മുടെ ശബ്ദം മുഴക്കരുത്. ആമേൻ. അതാണ് വചനം പറഞ്ഞില്ലേ? എന്താ വചനം പഠിപ്പിക്കുന്നത്? നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിലതൊക്കെ എടുത്ത് പ്രതികരിക്കാറുണ്ട്. ആമേൻ. എന്നിട്ട് നമ്മളെല്ലാം പറയാറുണ്ട്, മനുഷ്യരല്ലേ, പ്രതികരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ 23ാം സങ്കീർത്തനം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ എനിക്കൊരു ഇടയനുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ സഭയെ ഒന്ന് പഠിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ സഭയെ ഒന്ന് പഠിച്ചേ. നമ്മുടെ ചർച്ച് എല്ലാവരെയും ഒരേ മനോഭാവത്തോടെ കൂടെ ആണോ ഇടയൻ കാണുന്നത്?
എല്ലാവരെയും ഒരുപോലെയാണോ ഇടയൻ പരിപാലിക്കുന്നത്? എല്ലാ ആടുകളെയും ഒരുപോലെയാണോ കൊണ്ടുപോകുന്നത്? അങ്ങനെയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇന്നത്തെ ഇടയന്മാർ അവിടെ നിൽക്കട്ടെ. എന്നാൽ രണ്ടാമത്തെ വാക്യം പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലേക്ക് എന്നെ നടത്തുന്നു. ആമേൻ. ദാവീദ് പറയും, എന്നെ നടത്തുന്നു. ഞാൻ നടന്നാലല്ലേ എൻ്റെ പിന്നാലെ ആടുകൾ നടക്കത്തുള്ളൂ. ഇപ്പൊ ദാവീദ് പറയും, ആദ്യം നടക്കേണ്ടത് ഇടയനാ. ഇടയൻ നടന്നു കഴിഞ്ഞാൽ ആടുകൾ തൻ്റെ പിന്നാലെ വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ വേറെ വിഷയമൊന്നുമില്ല. ഇടയന്റെ പിന്നാലെ ആടുകൾ സഞ്ചരിക്കും. ആമേൻ. അങ്ങനെയെങ്കിൽ നോക്കൂ, 78-ാമത്തെ സങ്കീർത്തനം 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 78-ാം സങ്കീർത്തനം 58-ാമത്തെ വാക്യം, 52-ാമത്തെ വാക്യം, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആട്ടിൻകൂട്ടത്തെ പോലെ, ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. സ്തോത്രം. ആരെ? മിസ്രയീമിൽ നിന്ന് ഇറങ്ങി വന്ന ജനത്തെ ദൈവം, ആമേൻ, സ്തോത്രം, ഓരോ തലത്തിലും അവരുടെ മരണഭീതിയെ മാറ്റി. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന, അവർക്ക് ആവശ്യമായതെല്ലാം നൽകി നടത്തിയ ഒരു ഇടയനുണ്ട്. സ്തോത്രം. അത് യഹോവയായ ദൈവം, മോശ അല്ല കേട്ടോ. മോശ ദൈവം പറയുന്നത് കേൾക്കുക. ഇന്ന് പകലിൽ ദൈവം പറയുന്ന കേൾക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. ദൈവം പറയുന്നത് മുമ്പിലോട്ട് വച്ചാൽ ചിലത് നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. മാനുഷികമായ കരങ്ങളല്ല അതിൻ്റെ പിന്നിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമായിരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ട നാഴിക വിദൂരമല്ല. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകലിൽ കർത്താവിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. അടുത്ത് 4 വാക്യം കൂടെ പിന്നെ ഉണ്ടല്ലോ. വരും ദിവസം ചിന്തിക്കാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യവും, യിരെമ്യാവ് 31-10, ആമേൻ, എഹെസ്കേൽ 34-11, 12-23, യോഹന്നാൻ സുവിശേഷം 10-11, എബ്രായ ലേഖനം 13-20, 1 പത്രോസ് 2-25, 5-4, വെളിപ്പാട് പുസ്തകം 7-17, സങ്കീർത്തനം 34-9 മുതൽ 10 വരെയും, മത്തായി 6-33, തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എഹെസ്കേൽ 34-14, ആമേൻ, യോഹന്നാൻ സുവിശേഷം 10-9 ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ ആത്മനിയോഗം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. അങ്ങയുടെ പൊന്നുരത്തിലേക്ക് ജനത്തെ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ നടത്തണം. അങ്ങയുടെ ശബ്ദം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട് സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് ദൈവം ഞങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. അടിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ് നടത്തുമാറാകണമേ, സംസാരിക്കണമേ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.